മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതിൽ പുനരാലോചന നടത്തുമെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്. പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് UDF നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേങ്ങരയിലെ LDF സ്ഥാനാർത്ഥി ഉൾപ്പെടെ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നും CPA ലത്തീഫ് പറഞ്ഞു. പുനരാലോചനയ്ക്ക് സമയമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ തീരുമാനിച്ചില്ല. നിലവിലുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഒരു തീരുമാനത്തെ പുനരാലോചിക്കൂല എന്ന് തീർത്ത് പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യമാണെങ്കിൽ പുനരാലോചന നടത്തുന്നതിനും സന്നദ്ധമാണ്. മുബഷീർ പി അക്ബറും അരുൺ പൂപ്പറമ്പയും വിവരങ്ങളുമായുണ്ട്. ആദ്യം മുബഷീറിലേക്കാണ്. മുബഷീർ, ഇപ്പോൾ SDPI ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം, അത് ആ പ്രതികരണം എന്നുള്ളത് രണ്ട് മുന്നണികളെയും ഒരുപോലെ കുഴപ്പത്തിലാക്കുന്നതാണ്. രണ്ട് മുന്നണികളോടും സംസാരിച്ചു. രണ്ടിടത്തും മത്സരവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനം. അപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിക്ക് മറ്റേ മുന്നണിയെ കുറ്റം പറയാൻ പറ്റില്ല. എന്താണ് SDPI എടുത്തിരിക്കുന്ന നിലപാട്? സ്മൃതി, നമുക്കറിയാം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ SDPIയുടെ പിന്തുണ UDFന് ലഭിച്ചതായിട്ടുള്ള ആരോപണം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് അത് സ്ഥിരീകരിക്കുന്ന ഒരു പ്രതികരണം റിപ്പോർട്ടർ TVക്ക് നൽകുകയും ചെയ്തിരുന്നു. അന്ന് UDFനെ സഹായിക്കുകയാണ് ചെയ്തത്. അതുവഴിയാണ് AK അഷ്റഫ് അവിടെ വിജയിച്ചത് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിലും സമാനമായിട്ടുള്ള നീക്കങ്ങൾ UDFന്റെ ഭാഗത്തുണ്ടായിരുന്നു. SDPIയുടെ വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ BJPയുടെ വോട്ടുകൾ ഉൾപ്പെടെ മറികടന്നുകൊണ്ട് അവിടെ വിജയിക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ UDF നേതാക്കൾ നീക്കങ്ങൾ നടത്തി. പക്ഷേ ഏറ്റവും ഒടുവിൽ SDPI അവിടെ സ്ഥാനാർത്ഥി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ UDFന്റെ നേതാക്കൾ തങ്ങളോട് ചർച്ച നടത്തുന്നുണ്ട്. വേണ്ടി വന്നാൽ അവിടെ പ്രഖ്യാപിച്ച SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ തയ്യാറാകുമെന്നുള്ളതാണ് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള CPA ലത്തീഫ് വ്യക്തമാക്കുന്നത്. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നത് സംബന്ധിച്ച് പുനരാലോചനയ്ക്ക് സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു ഭാഗത്ത് UDFന്റെ നേതാക്കൾ ആവശ്യം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രതികരണം CPA ലത്തീഫ് നടത്തുന്നത്. UDF അവരുടെ സമീപനത്തിൽ മാറ്റം വരുത്തട്ടെ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ UDF നേതൃത്വം ഇത്തവണയും ബന്ധപ്പെട്ടിട്ടുണ്ട്. നേരത്തെ 2021 തെരഞ്ഞെടുപ്പിലും സമാനമായുള്ള ഒരു ആവശ്യം UDF ഉന്നയിച്ചിരുന്നു. ഈ 26 തെരഞ്ഞെടുപ്പിലും സമാനമായിട്ടുള്ള ആവശ്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ട്. ഒരു പക്ഷേ നോമിനേഷൻ പിൻവലിച്ച് അവിടെ പൂർണ്ണമായിട്ടും UDFനെ പിന്തുണക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് SDPI എത്തിയേക്കും എന്നുള്ള സൂചനയാണ് CPA ലത്തീഫ് നൽകുന്നത്. അരുൺ പൂപ്പറമ്പ, മഞ്ചേശ്വരത്ത് ഈ SDPI സ്ഥാനാർത്ഥി നിന്നാൽ അത് UDF സ്ഥാനാർത്ഥിക്ക് വലിയ തിരിച്ചടിയാകുമെന്നുള്ളതാണ്. ന്യൂനപക്ഷ വോട്ട് ആ രൂപത്തിൽ ഭിന്നിക്കാനുള്ള സാധ്യത ഉള്ളതാണ്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനെതിരായ മത്സരമാണ്. ആ മത്സരത്തിൽ ഒരു വോട്ടും പാഴാവരുത് എന്നുള്ള കാര്യം കോൺഗ്രസും ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നതും SDPI നടപ്പാക്കുന്നതും ഒന്നാകുകയാണോ? സ്മൃതി, അതിൽ SDPI ഒരു അന്തിമ തീരുമാനം ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. അതിലൊരു പുനരാലോചന നടത്താൻ അതിൽ സാധ്യതയുണ്ട് എന്നത് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ SDPIയുടെ വോട്ടുകൾ നിർണായകമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രം അവർക്ക് 7500-ലധികം വോട്ടുകൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ തവണ അവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കാൻ തീരുമാനിക്കുകയും KM അഷ്റഫ് എന്ന സ്ഥാനാർത്ഥിയെ നിർത്തി അവർ പ്രചാരണ പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ SDPI പിടിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായും അതിൽ തിരിച്ചടി ഉണ്ടാവുക UDFനായിരിക്കും. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPI പിന്തുണച്ചത് UDFനെയാണ്. അത് ആ തരത്തിൽ തന്നെയായിരുന്നു അതിൻ്റെ കണക്കുകൾ പുറത്തു വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവർ ആ വോട്ടുകൾ സ്വന്തമായി അവരുടെ സ്ഥാനാർത്ഥിക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് UDFന് നഷ്ടം ചെയ്യും. അതിൻ്റെ ആനുകൂല്യം ലഭിക്കുക BJPക്കാണ് എന്ന തരത്തിലാണ് രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പ് വലിയ ആശങ്കയിലായിരുന്നു. കാരണം അതിശക്തമായ മത്സരമാണ്. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് മുൻതൂക്കമുണ്ട് എന്ന് പറയാൻ സാധിക്കാത്ത മത്സരം മഞ്ചേശ്വരത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദം UDFന്റെ ഭാഗത്തുനിന്ന് SDPI നേതൃത്വത്തിനുണ്ടായിരുന്നു. കാരണം BJPയെ സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ ആ രീതിയിലുള്ള പ്രചാരണം നടത്തും എന്ന തരത്തിലൊക്കെ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് SDPI സ്ഥാനാർത്ഥി തന്നെ ഇന്നലെ തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് അത് പുനരാലോചിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ അടഞ്ഞിട്ടില്ല എന്ന തരത്തിലൊരു പ്രതികരണം SDPIയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും BJPയുടെ ഭാഗത്തുണ്ടാവുന്ന പ്രചരണം SDPI UDFന് വേണ്ടി അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയെടുത്തും നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു എന്ന പ്രചാരണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം, ജില്ലാ നേതൃത്വം അത് അംഗീകരിക്കാനും സാധ്യതയില്ല. ശരി, അരുൺ പൂപ്പറമ്പയും ഒപ്പം മുബഷീർ പി അക്ബറുമാണ് വിവരങ്ങൾ നൽകിയത്.